നമസ്കാരം. ആധുനിക വൈദ്യത്തെ ആശ്രയിക്കാതെ സമാന്തര വൈദ്യം എന്നൊക്കെ പറഞ്ഞ് കപട ചികിത്സകരുടെ പുറമേ പോകുന്നതിൻ്റെ നിരവധി ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വാഴയിൽ അടുക്കത്ത് സ്വദേശിയായ ഹാജറ എന്ന 44 വയസ്സുള്ള വീട്ടമ്മയുടെ അനുഭവം. സ്ഥാനത്തിൽ തടിപ്പുണ്ടായതിനെ തുടർന്ന് അക്യൂപങ്ചർ ചികിത്സ തേടിയ വീട്ടമ്മ ഇപ്പോൾ ക്യാൻസർ 4ാം സ്റ്റേജിൽ ചികിത്സയിലാണ്. ശരീരം വ്രണമായി പൊട്ടിയൊലിക്കുമ്പോഴും കപട ചികിത്സകൻ പറഞ്ഞത് പഴുപ്പ് പുറത്തു പോവുകയാണെന്നാണ്. മതിയായ ഭക്ഷണം പോലും നൽകാതെ ഇവർ അവരുടെ ശരീരം ശോഷിപ്പിച്ച് ഇല്ലും തോലുമാക്കി. അസുഖം ക്യാൻസർ ആണെന്നത് മറച്ചുവെച്ചതായും പരാതിയുണ്ട്. ഹാജറയുടെ അസുഖം മൂർച്ഛിക്കാൻ ഇടയാക്കിയ കപട ചികിത്സകർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുവും മാധ്യമപ്രവർത്തകനും കുറ്റ്യാടി സ്വദേശിയുമായ NP സക്കീർ കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. കുറ്റ്യാടി KMC ആശുപത്രിക്ക് മുന്നിലുള്ള അക്യുപങ്ചർ ക്ലിനിക്കിലെ അക്യുപങ്ചറിസ്റ്റ് ഫെമിനയുടെ ചികിത്സയിലായിരുന്നു ഹാജറ ഏതാണ്ട് 5 മാസം മുൻപ് വരെ. സ്ഥാനത്തിൽ തടിപ്പുണ്ടായതിനെ തുടർന്നായിരുന്നു ചികിത്സ തേടിയത്. ഫെമിനയുടെ അടുത്ത് ഹാജറ 6 മാസത്തോളം ചികിത്സ തേടി. അവിടെ നിന്ന് ഭേദമാകാത്തതിനെ തുടർന്ന് ഫെമിന 2 ഡോക്ടർമാരെ നിർദ്ദേശിച്ചു. ഒന്ന് പ്രകൃതി ചികിത്സകൻ ജേക്കബ് വടക്കഞ്ചേരിയും രണ്ടാമത്തേത് കോഴിക്കോട് ഈസ്റ്റ് നടക്കാവ് പാസ്പോർട്ട് ഓഫീസ് റോഡിൽ അക്യുപങ്ചർ ഹോം നടത്തുന്ന ഷുഹൈബ് റിയാലുവും. തുടർന്ന് ഹാജറ ഷുഹൈബ് റിയാലുവിൻ്റെ അടുത്ത് ചികിത്സ തേടി. ശരീരം വ്രണമാകുമ്പോഴും പൊട്ടിയൊലിക്കുമ്പോഴും ഒക്കെ എല്ലാം റെഡിയാവും എന്നതായിരുന്നു ഇയാളുടെ മറുപടി. ഹാജറയ്ക്ക് ക്യാൻസർ ആണെന്ന വിവരം അറിയാമായിരുന്നിട്ടും ഇയാൾ മറച്ചുവെച്ചു. ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ശരീരം ശോഷിച്ച് തളർന്ന ഹാജറയ്ക്ക് ഇയാൾ നിർദ്ദേശിച്ച ഭക്ഷണം രാവിലെ 2 അത്തിപ്പഴവും 300 മില്ലി വെള്ളവുമായിരുന്നു. ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഇതുപോലെ കഴിക്കാനും രാത്രി ഒന്നും കഴിക്കരുതെന്നും നിർദ്ദേശിച്ചു. രോഗം നാൾക്ക് നാൾ മൂർച്ഛിച്ചു വന്നപ്പോഴും രോഗിയെ മറ്റൊരിടത്ത് അയക്കാനോ ശരിയായ ചികിത്സ തേടാനോ ഇയാൾ അനുവദിച്ചില്ല. വ്രണം പഴുത്തൊലിക്കുമ്പോൾ അത് പഴുത്ത് പുറത്തു പോവുകയാണ്, എല്ലാം റെഡിയാവുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അസുഖം കാരണം ഹാജറയുടെ ഒരു കൈ പൊക്കാൻ കഴിയാതെയായി. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുടെ സഹായം വേണമെന്ന അവസ്ഥ വന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞയാഴ്ച ഹാജറ സ്വന്തം ഇഷ്ടപ്രകാരം കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ മാത്രമാണ് ബന്ധുക്കൾക്ക് രോഗത്തിന്റെ കാഠിന്യം മനസ്സിലായത്. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി MVR ക്യാൻസർ സെന്ററിൽ പ്രവേശിച്ചു. അവിടെ നിന്ന് നാളെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോവുകയാണ്. ജീവൻ ഏതാണ്ട് പൂർണ്ണമായും അപകടത്തിലായ അവസ്ഥയിലാണ്. ലാഭക്കൊതിയുമായി രോഗികളുടെ ജീവൻ പോലും അപകടത്തിൽപ്പെടുത്തുന്ന വ്യാജ ചികിത്സകരാണ് ഹാജറയുടെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ. ആകയാൽ ഈ ആളെക്കൊല്ലി വ്യാജ ചികിത്സകർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇങ്ങനെയാണ് NP സക്കീർ തന്റെ പരാതി അവസാനിപ്പിക്കുന്നത്. ഹാജറ ഇപ്പോൾ MVR ക്യാൻസർ സെന്ററിൽ ചികിത്സയിലാണുള്ളത്. ഹാജറയുടെ അസുഖം മൂർച്ഛിക്കാനും മരണശൈലാവാനുമുള്ള കാരണക്കാരായ ചികിത്സകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നതിനാണ് ഈ പരാതി ബോധിപ്പിക്കുന്നതെന്നും സക്കീർ വ്യക്തമാക്കുന്നു. പരാതിയിൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നാണ് കുറ്റ്യാടി പോലീസ് പറയുന്നത്. പ്രതികരണത്തിനായി അക്യുപങ്ചറിസ്റ്റ് ഫെമിന, ഷുഹൈബ് റിയാലു എന്നിവരുടെ നമ്പറുകളിൽ മറുനാടൻ മലയാളി പ്രതിനിധി ബന്ധപ്പെട്ടെങ്കിലും ഇരുവരുടെയും ഫോണിൽ ലഭ്യമായിട്ടില്ല.